ഇന്നത്തെ വ്ളോഗിലോട്ട് സ്വാഗതം. നമുക്ക് ഞങ്ങളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടുത്തെ പശുവിൻ്റെ ഫാമൊക്കെ ഒന്ന് കാണണം. ഞങ്ങൾ കുറേ പ്രാവശ്യം നോക്കിയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പശുക്കൾ കാണാം. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ 1-2 പശുക്കളെയൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒത്തിരി അധികം പശുക്കളെ കാണുമുണ്ടല്ലോ, ഒരു ഭയങ്കര സന്തോഷമാണ്. നമ്മളിപ്പോൾ അങ്ങനെ കാണാത്തതുകൊണ്ട് ഇതെന്താണ്, ഇവരെങ്ങനെയാണ് ഇതിനെ കറക്കുന്നത്, ഇവരെങ്ങനെയാണ് ഇതിനെ പരിപാലിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഫാമിൽ വന്നപ്പം കറക്റ്റ് ഇവിടെ ഒരു സമയമുണ്ട്, നമ്മുടെ പശുവിനെ കറക്കുന്ന ഒരു സമയം. ആ സമയത്ത് വന്നാലേ നമുക്ക് എല്ലാ പശുക്കളും ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവർ, ഇതിനു മുമ്പ് ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നവർ പറഞ്ഞു, ഇതിനു മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ എല്ലാ പശുക്കളെയും ഈ ഏരിയയിൽ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയില്ലായിരുന്നു എന്ന്. പക്ഷേ ഞങ്ങൾ വന്ന സമയം എന്തുകൊണ്ടാണോ അവിടെ എന്തെങ്കിലും വേറൊരു ട്രീറ്റ്മെൻറ്റിന് കയറ്റിയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിന് കൊണ്ടുവന്നതാണോ എന്നറിയത്തില്ലായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് എല്ലാ പശുക്കളും ഈ ഒരു കോമ്പൗണ്ടിൽ അവർ കൊണ്ടുവന്ന് എല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ എല്ലാവരും വന്ന് ഇതിനകത്ത് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നെത്താൻ വന്ന് കയറിയതാണോ അതോ അതിനകത്ത് അവർ എന്നാ പറയുക ഗൈഡ് ചെയ്ത് കൊണ്ടുവന്ന് കയറ്റിയതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും കറക്റ്റ് സമയമായപ്പോഴത്തേക്കും പശുക്കളെല്ലാം ഈ കൂട്ടിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിന് മുമ്പത്തെ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പശുവിൻ്റെയും കഴുത്തിൽ കയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്നാ പറയുക സ്ഥലത്ത് ഇവരെ ബന്ധിച്ചിടുവോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇവരെ ഫ്രീ ആയിട്ട് ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസ് ഉണ്ടാവും. പിന്നെ ഏക്കറുകളോളം ഭൂമി ഇങ്ങനെ വിശാലമായി തുറന്നിട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തോടെ അവർക്ക് നടന്ന് ഭക്ഷണം കഴിക്കുവാനും എന്താ പറയുക സ്വാതന്ത്ര്യത്തോടെ നടക്കുവാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ പശുവിൻ്റെ ഫാമിന് ചുറ്റുമായിട്ട് കുറച്ച് എന്നാ പറയുക ചിൽഡ്രൻസ് പ്ലേ പാർക്കും അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കുവാനും കാണാനും ഒക്കെ ആയിട്ട് കുറച്ച് സ്വാനും അതുപോലെ യാമ നമ്മളെ കാണാത്ത കുറച്ച് ആനിമൽസിനെയൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിള്ളേരും കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. കറക്റ്റ് ഞങ്ങൾ ഉച്ചയ്ക്ക് പാല് കറക്കുന്ന സമയത്ത് പോയത് കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെതർ നമുക്ക് നല്ല കംഫർട്ടബിൾ വെതറായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് മെൽബണിലെ വെതർ ഞങ്ങൾക്കിപ്പം എല്ലാ വ്ളോഗിലും ഞാൻ കണ്ടിട്ടുണ്ട്. മെൽബണിലെ വെതർ എപ്പോഴും ഒന്നെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും, കാറ്റ് വിൻഡിയാണ് എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല വെതറായിരുന്നു. ടെമ്പറേച്ചറൊക്കെ ആണെങ്കിലും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞങ്ങൾക്ക് വലിയ എന്നാ പറയുക ഭയങ്കര തണുപ്പായിട്ടും ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരിവിടെ പുറത്ത് കറക്റ്റ് ഉച്ച സമയത്ത് വന്നതുകൊണ്ട് തന്നെ അതിനകത്ത് കളിച്ചപ്പോൾ ഇവരുടെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ സ്റ്റീൽ കമ്പികളൊക്കെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതല്ലായിരുന്നു. അങ്ങനെ ഉണ്ടോ ഇവിടെ ബ്ലാക്ക് ലാമ, ഡിഫറെൻറ്റ് കളർ ലാമ, ഇലക്ട്രിക് ഫെൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ കറണ്ട് പിടിക്കണില്ല. ഇലക്ട്രിക് ഫെൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്കെന്താ പിള്ളേരൊക്കെ വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഉള്ള സമയത്തൊന്നും അതിനകത്ത് കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ റിസ്ക് ഒന്നും എടുത്തില്ല. അപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ലാമ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കേട്ടോ ബ്ലാക്ക് കണ്ടിട്ടുണ്ട്, വൈറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ലാമേനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ കുറച്ച് സ്വാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് നമ്മളൊക്കെ ഒത്തിരി രോമമൊക്കെ യാക്ക് പോലത്തെ പശു ഇല്ലായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള സമയം അധികം കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചു അപ്പോഴത്തേക്കും തന്നെ കറക്റ്റ് ഞങ്ങൾ ചെന്ന സമയത്ത് മിൽക്കിങ്ങിൻ്റെ സമയമായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് തന്നെ പാല് കറക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഓടിച്ചാടി ഞങ്ങൾ മിൽക്കിങ് ഉള്ള സമയത്ത് കറക്റ്റ് 2 മണി മുതൽ 3 മണി വരെ ആ സമയത്താണ് കണ്ടത് കേട്ടോ ഞങ്ങൾ കറക്റ്റ് പോയത്. അപ്പം ആ സമയത്ത് അവിടെ മിൽക്കിങ് അവൈലബിൾ ഉള്ളൂ. അപ്പം മിൽക്കിങ്ങിൻ്റെ കറക്റ്റ് സമയത്ത് പോയാൽ നമുക്ക് മിൽക്കിങ് കാണാൻ പറ്റും. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. പിന്നെ ഫ്രീ എൻട്രി ആണ്, ഫീസൊന്നും വേണ്ട നമുക്ക് പിള്ളേരെയൊക്കെ. ഇപ്പോൾ എല്ലാ ഫാമുകളിലും അങ്ങനെ കയറ്റാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു അവസരമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ ഇതുണ്ട് പശുക്കളൊക്കെ ആണെങ്കിലും കറക്റ്റ് സമയത്ത് നമ്മുടെ മിൽക്കിങ്ങിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ ക്യൂ പോലെ ഇതിനകത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കറക്റ്റ് മിൽക്കിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേക്കും പശുക്കളെ എല്ലാവരും ഇതിനകത്തേക്ക് കൊണ്ടുവരും. ഇതിന് വലിയൊരു ഏരിയ തന്നെയുണ്ട് പശുക്കളെ കയറ്റി അവർ കറക്റ്റ് സമയമായിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഞങ്ങൾ ഇവിടോട്ട് എത്തിയില്ലായിരുന്നു, ഞങ്ങൾ പാർക്കിലായിരുന്നു. അപ്പം എല്ലാ പശുക്കളും ഇപ്പോൾ ആ ഒരു കോമ്പൗണ്ടിലുണ്ട്. പിന്നെ ഇങ്ങനെ ക്യൂ നിന്ന് നമ്മൾ ഈ മിൽക്കിംഗ് യൂണിറ്റിലോട്ട് കയറും. മിൽക്കിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം പശുക്കൾ ഒറ്റ സമയത്ത് നമുക്ക് കയറ്റി നിർത്താവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ അവർക്ക് ഫുഡ് വരുന്നുണ്ട്. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഇവരെയൊക്കെ ക്ലീനൊക്കെ ആയിട്ട്, നമ്മളിപ്പോൾ ദൂരേന്ന് കാണുമ്പോൾ പശുക്കളൊക്കെ നല്ല ക്ലീനാണേ. പക്ഷേ അടുത്ത് വരുമ്പം അത്രത്തോളം നമ്മളെന്താ പറയുക ക്ലീനൊന്നുമല്ല. ഈ കഴുക്ക് വെള്ളം ഇങ്ങനെ അവർ വരുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം വൃത്തിയാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴും അത്രത്തോളം ഒരു വൃത്തി ആയിട്ട് അവർ കഴുകുന്നൊന്നുമില്ല. ജസ്റ്റ് അവർ
വെള്ളം പശു ഈ യൂണിറ്റിലോട്ട് കയറുന്ന സ്ഥലത്ത് ശരിക്കും വാട്ടർ സപ്ലൈ ഉണ്ട്. വെള്ളം ഇങ്ങനെ ഫ്ലഷ് ആകുന്നുണ്ട്. ഫ്ലഷാക്കി ജസ്റ്റ് കഴുകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണതെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കഴുകി വിടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മിൽക്കിങ്ങിൻ്റെ ഈ മെഷീൻ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരവിടെ നിൽപ്പുണ്ടായിരുന്നു. ഓരോ പശുക്കളിലോട്ടും ഈ മെഷീൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വിടും. ഇവിടെ നിന്നാണ് ഈ വെള്ളം പോകുന്നത്. പക്ഷേ പശു എൻട്രി ചെയ്യുമ്പം അത്രത്തോളം നന്നായിട്ട് എന്നാ പറയുക, ഒരു ഹൈജീനിക് ആയിട്ടാണെന്ന് എനിക്കത് ഫീൽ ചെയ്തില്ല. പക്ഷേ എന്തായാലും ഈ പാല് വരുന്നത് താഴെക്കൂടി ഒരു നല്ലൊരു യൂണിറ്റ് ഉണ്ട്. കാരണം ഈ പശുക്കളെല്ലാം മിൽക്കിങ്ങിന് വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. ഇഷ്ടംപോലെ പശുക്കളുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ പാല് ഇതിൻ്റെ ഈ ട്യൂബിൽ കൂടെ സെയിം തന്നെ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളതിൻ്റെ കളക്ഷൻ യൂണിറ്റ് കണ്ടായിരുന്നു. അതിനകത്ത് പക്ഷേ ഇവിടുത്തെ ആളുകളുള്ളത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുള്ളത് കൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പം ഈ എന്നാ പറയുക, കറക്കുന്ന പാലുകളൊക്കെ കളക്ട് ചെയ്ത് അതൊരു ട്യൂബിൽ കൂടെ നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു റൂമുണ്ട്. അവിടെയാണ് കളക്ഷൻ യൂണിറ്റ്. അതിനകത്തേക്ക് ചെല്ലും. ഒരു പൈപ്പിൽ കൂടെ കണക്ട് ചെയ്ത് വലിയൊരു ടാങ്കിലോട്ട് വന്ന് അത് കളക്ട് ആകും. അവിടെ നിന്ന് ഈ പാല് തൊട്ടപ്പുറത്ത് തന്നെ പാസ്ചറൈസേഷൻ ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ പാസ്ചറൈസേഷൻ യൂണിറ്റിൽ പോയിട്ട് അത് നന്നായിട്ട് പാസ്ചറൈസ് ചെയ്തിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിപണിയിലോട്ട് എത്തുന്നത്. പക്ഷേ ഇവിടുത്തെ പാസ്ചറൈസേഷൻ യൂണിറ്റിലോട്ട് നമുക്ക് എൻട്രി ഒന്നും കണ്ടില്ല. ഞങ്ങൾ അവിടോട്ട് പോയില്ല. പാസ്ചറൈസേഷൻ യൂണിറ്റ് നമുക്ക് പക്ഷേ കാണാം. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബിൽഡിംഗ് ആണ് പാസ്ചറൈസേഷൻ യൂണിറ്റ്. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് മിൽക്കിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുക. എങ്ങനെയാണ് പശുവിൻ്റെ മിൽക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ക്യൂ നിന്നിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത്. ഓരോ പശുവും ഇങ്ങനെ യൂണിറ്റിലോട്ട് എൻട്രി ചെയ്യും. അപ്പം താഴെ നിന്ന് വെള്ളം പോകുന്നുണ്ട്. വെള്ളം പോകുമ്പോൾ എഫക്റ്റീവായിട്ടുള്ളൊരു വാഷിംഗ് നടക്കുന്നില്ല. പക്ഷേ എന്നാ പറയുക, ജസ്റ്റ് ഒരു വാഷിംഗ് പോലെ. പിന്നെ ഇവിടെ കണ്ട പശുക്കളെല്ലാം ഞങ്ങളവിടെ കോമ്പൗണ്ടിൽ കണ്ട എല്ലാ പശുക്കളും നമുക്ക് എന്നാ പറയുക, പശുക്കൾ തന്നെയാണ്. പശുക്കളിൻ്റെ ഓപ്പോസിറ്റ് എന്നാ വെച്ചാൽ എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ മൂരിയ മൂരിയ ഓക്കെ, മറന്നു പോയി. മൂരിക്കുട്ടന്മാരൊന്നും ഇതിനകത്തില്ല കേട്ടോ. എല്ലാം പശുക്കൾ തന്നെയായിരുന്നു കേട്ടോ. അവർ തരം തിരിച്ച് മാറ്റിയിട്ടങ്ങാണ്ടാണ് നിർത്തുന്നത്. ഞങ്ങൾ കണ്ട ആ യൂണിറ്റ് മുഴുവൻ പശുക്കളായിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് ചില പശുക്കൾക്ക് ഇവരിങ്ങനെ അടയാളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ ആണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അകിടി വീക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലും വേണ്ടതിൻ്റെ ആണോ, അതല്ലെങ്കിൽ അവർ എന്തോ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇതിനകത്തുണ്ട്. ഈ ചെവിയിലൊക്കെ ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. അത് കൂടാതെ തന്നെ ചെറിയൊരു കളർ കോഡ് ഇട്ടിട്ട് ഇവരെന്തൊക്കെയോ മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഒരു യൂണിറ്റിൽ തന്നെ ഏകദേശം എങ്ങനെയെന്ന് പറഞ്ഞാലും 25 മേലെ പശു കയറുവേ. ഇപ്പം മിൽക്കിങ്ങിൻ്റെ തൊട്ട് മേലെ ആണെങ്കിൽ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഇവർ മിൽക്കിങ്ങിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും എന്താണ് ഇതിൻ്റെ ബേസ് എന്നൊക്കെയുള്ളതിൻ്റെ അതൊക്കെ പണ്ടത്തെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ തടി കൊണ്ടുണ്ടാക്കിയ വലിയ എന്താ പറയുക, മരഭരണികൾ, അതുകൊണ്ടുണ്ടാക്കിയ തവി, പിന്നെ നമ്മുടെ തൈര് കടയുന്ന യൂണിറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് തൈര് കടയുന്നതിൻ്റെ ഇവിടെ തൈര് കടയുന്ന യൂണിറ്റൊക്കെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ നാട്ടിലത്തെ പാൽപ്പാത്രം പോലെ തന്നെ സെയിം പാൽപ്പാത്രം കേട്ടോ. അപ്പോൾ യൂണിവേഴ്സലി പാൽപ്പാത്രം ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇതിൻ്റെ നേരെ താഴെയാണ് കേട്ടോ നമ്മുടെ മിൽക്ക് കളക്ഷൻ ചെയ്ത് വരുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ എന്തായാലും അങ്ങനെ ഞങ്ങൾ പാല് കറക്കുന്ന കണ്ടു. ഞങ്ങളൊക്കെ എൻ്റെ ഒരു കൺസെപ്റ്റിലൊക്കെ ഫുള്ളായിട്ട് എന്നാ പറയുക, കഴുകി കുളിപ്പിച്ചിട്ടൊക്കെയായിരുന്നു. പശുവിനെ കഴുകലും കുളിപ്പിക്കലൊന്നും ഇവിടുത്തെ പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നമ്മുടെ നാട്ടിലത്തെ പോലെ. അവർ മേഞ്ഞ് നടക്കുന്നു. കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നു. ഭക്ഷണം ഇവർ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ പുല്ല് മാത്രമല്ല, അല്ലാത്തുള്ള കാലിത്തീറ്റകളും ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും നല്ല പാലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ പശുവിനെ കറന്ന് തിരിച്ച് വരുമ്പോൾ ഇവർ ഇതിനകത്ത് എന്നാ പറയുക, നമ്മുടെ അകിടിൽ കുറച്ച് ഒന്നെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ആണോ എന്തിനാണെന്ന് അറിയില്ല, അവരൊരു യെല്ലോ കളർ ഫ്ലൂയിഡ് അടിച്ചു കൊടുക്കുന്നത് കണ്ടു. എനിക്കൊന്ന് ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ അല്ലെങ്കിൽ ഓയിൽ സ്മൂത്ത് ആക്കാനുള്ള ഓയിൽ എന്തോ കൂട്ടിയിട്ട് സാധനമാണെന്ന് തോന്നുന്നു. ക്രാക്കിങ്ങും എന്നാ പറയുക, ഇൻഫെക്ഷനൊന്നും വരാതെ ഇത് ആകാൻ വേണ്ടിയിട്ട് എന്തോ അവർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതുണ്ട്, അടിച്ചു കൊടുക്കുന്നതാണ് എല്ലാവരും. ഇത് ഓരോന്നും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർ അടിച്ചു വിടുന്നുണ്ട്. അങ്ങനെ അതാണ് നമ്മുടെ ഇന്നത്തെ ഫാം ടൂറിൻ്റെ വ്ളോഗ്. ഓക്കെ, നിങ്ങളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ശരിക്കും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പാസ്ചറൈസേഷൻ മിൽമയുടെ അല്ലാതെ തന്നെ കർണാടകയിൽ ഒരു മിൽക്ക് പാസ്ചറൈസേഷൻ യൂണിറ്റ് പോയിട്ടുണ്ട്. പാൽപ്പൊടിയായി വരുന്നതും എങ്ങനെ പാസ്ചറൈസേഷൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ശരി, മറ്റൊരു വ്ളോഗായിട്ട് വരാം.